1921 ജൂലൈ 5 ഡോക്യുമെൻ്റ് പ്രകാരം കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടവരിൽ പ്രധാനിയായിരുന്നു ഫാദർ തോമസ് ഒറ്റത്തൈക്കൽ. കോട്ടയം ജില്ലയിലെ ചിങ്ങവനം തെർവാലടി കുടുംബത്തിൽ തൊമ്മൻ കുരുവിളയുടെയും ഒറ്റത്തൈക്കൽ നൈത്തിയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് തോമസ് ഒറ്റത്തൈക്കൽ 1884 ജനുവരി 5 ജനിച്ചത്. ഏലിയാസ് മാലിത്തറയച്ചൻ ഈ ശിശുവിന് ചിങ്ങവനം ദയാറ പള്ളിയിൽ വെച്ച് മാമോദീസ നൽകി. സ്കൂളുകളിലെ പരിശീലനത്തിന് ശേഷം പരുമല തിരുമേനിയിൽ നിന്ന് ശമാശ പട്ടം സ്വീകരിച്ച് കോട്ടയം പഴയ സെമിനാരിയിലെ വൈദിക പഠനത്തിന് ശേഷം 28-ാം വയസ്സിൽ 1912 ഗ്രാനായി യാക്കോബായ സമൂഹത്തിന്റെ ആദ്യത്തെ മെത്രാനായിരുന്ന മാർ സെവേറിയോസ് ഇടവഴിക്കലിൽ നിന്ന് വൈദിക പട്ടം അദ്ദേഹം സ്വീകരിച്ചു. വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് പഠിച്ച അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് വരണമെന്ന് തീക്ഷ്ണമായി ആഗ്രഹിച്ചു. ഗ്രാനായ യാക്കോബായ എന്ന കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പുനരയിക്കപ്പെടുന്നതിനെക്കുറിച്ച് ആളുകൾ ചിങ്ങവനം പുത്തമ്പള്ളി സെമിത്തേരിയിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ തുടർന്ന് അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട കരവട്ടക്കിലച്ചൻ, മങ്ങച്ചാലിലച്ചൻ, എറണക്കിലച്ചൻ എന്നിവരോടൊപ്പം ഒറ്റത്തൈക്കലച്ചനും ഉണ്ടായിരുന്നു. കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പുനരയിക്കപ്പെട്ട് ആത്മരക്ഷ ഉറപ്പാക്കണം എന്ന ബോധ്യത്തോടെ വന്ന വ്യക്തിയാണ് അദ്ദേഹം. 1921 ഒക്ടോബർ മാസത്തിൽ കോട്ടയം തിരുഹൃദയക്കുന്നിൽ ധ്യാനം നടത്തിയ ശേഷം ഒറ്റത്തൈക്കലച്ചനും ഡീക്കൻ നെടുഞ്ചിറ ജേക്കബും അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ മുൻപാകെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച 18 അൽമായരും കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നു. അതാണ് 1921 ശേഷമുള്ള പുനരയിക്കം എന്ന് നമ്മൾ പറയുന്നത്. അതിനു മുമ്പും ആളുകൾ പുനരയിക്കപ്പെട്ടിട്ടുണ്ട്. 1921 ജൂലൈ മാസം 5 ഡോക്യുമെന്റിന് ശേഷം വന്ന ആദ്യത്തെ പുനരയിക്കം ഇതാണ് എന്ന് പറയുന്നു. അല്പനാളുകൾക്ക് ശേഷം അദ്ദേഹം കോട്ടയം എടക്കാട്ട് പള്ളിയിൽ താമസിച്ചു വരവേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബക്കാരുമായ അൽമായ പ്രമുഖർ അദ്ദേഹത്തെ തിരികെ വെളിയനാട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 10 മാസങ്ങൾക്ക് ശേഷം യാക്കോബായ സഭയിലേക്ക് അദ്ദേഹം തിരികെ പോവുകയുണ്ടായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് അപ്പസ്തോലിക് ഡെലഗേറ്റ് വിവരമറിഞ്ഞപ്പോൾ അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവിനോട് അദ്ദേഹം എഴുതി ചോദിച്ചു, ആരാണ് കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ചിട്ട് പോയ വൈദികൻ? അത് ഫാദർ തോമസ് ഒറ്റത്തൈക്കലാണ് എന്ന് അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് എഴുതുകയുമുണ്ടായി. കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് യാക്കോബായ സഭയിലേക്ക് പോയ അദ്ദേഹത്തെ യാക്കോബായ സഭ പിന്നീട് മാർ സെവേറിയസിൻ്റെ പിൻഗാമിയായി മെത്രാനായി വാഴിച്ചു. തോമസ് മാർ ദയസ്കോറസ് എന്ന പേരിലാണ് അദ്ദേഹം മെത്രാനായി വാഴിക്കപ്പെട്ടത്. അത് എന്തുകൊണ്ട് അദ്ദേഹത്തെ മെത്രാനായി വാഴിച്ചു എന്ന് ചോദിച്ചാൽ, മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ അദ്ദേഹം യോഗ്യനാണ് എന്ന് അവർ കരുതിയിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം യോഗ്യനായിരുന്നു താനും. മറ്റൊന്നുള്ളത്, അവിവാഹിതനായ വൈദികൻ മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടിയിരുന്നു. അവിവാഹിതരായ വൈദികരുടെ ഇടയിൽ പ്രമുഖനായ യോഗ്യതയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് യാക്കോബായ സഭയിൽ ജ്ഞാനായ യാക്കോബായക്കാരുടെ മെത്രാനായി നിയമിതനായ മാർ തോമസ് ദിയസ്കോറസിന് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ വരണമെന്ന തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുനരയിക്ക ശ്രമങ്ങൾക്ക് വീണ്ടും പരിശ്രമിച്ചു. കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പുനരയിക്കപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് റോമിലേക്ക് എഴുതുകയുണ്ടായി. മാർ ദിയസ്കോറസ് തിരികെ വരാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച കത്തോലിക്ക വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കാൻ അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് പരിശ്രമിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് പോയത് എന്നത് ഒരു ചോദ്യചിഹ്നമായി അപ്പോൾ റോമൻ അധികാരികളുടെ മുമ്പിൽ നിലനിന്നിരുന്നു. അതിന് 1932 അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: യാക്കോബായ സഭയിലെ ഒരു പുരോഹിതനായിരുന്ന ഞാൻ വലിയൊരു വിഭാഗം എന്നെ അനുഗമിക്കുമെന്ന് പ്രതീക്ഷിച്ച് കത്തോലിക്കനായി. എന്നെ പിഞ്ചെന്നു വരുവാൻ അനേകരെ പക്ഷേ ഞാൻ കണ്ടില്ല. എന്നു മാത്രമല്ല, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന അത്രയും പേർ പോലും വന്നില്ല. ഇതെന്നെ നിരാശനാക്കി. യാക്കോബായ സഭയിലെ എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും തിരികെ വരാൻ എന്നെ നിരന്തരമായി ക്ഷണിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ദൗർബല്യത്തിൻ്റെ ഒരു നിമിഷത്തിൽ അവരുടെ ക്ഷണത്തിന് ഞാൻ വഴങ്ങി. തിടുക്കത്തിലും ചിന്തയില്ലാതെയുമുള്ള പ്രവൃത്തിയിൽ ഞാൻ ദുഃഖിക്കുന്നു. പിന്നീട് യാക്കോബായ സഭയിൽ ഒരു മെത്രാനായി ഞാൻ വാഴിക്കപ്പെടുകയും തുടർന്ന് ആദ്യം തെക്കുംഭാഗ യാക്കോബായ മെത്രാൻ്റെ സഹായ മെത്രാനായും പിന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായും നിയമിക്കപ്പെട്ടു. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നിരുന്നെങ്കിലും എൻ്റെ ജനങ്ങളിൽ ഭൂരിഭാഗം പേരോടുകൂടെ അവളുടെ പക്കലേക്ക് തിരികെ വരണം എന്നാണ് ഞാൻ പ്രത്യാശിച്ചിരുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്ത്. ഏതായാലും അഭിമന്യ
ദിയോസ്കോറസ് പിതാവിന് കത്തോലിക്കാ സഭയിലേക്ക് തിരികെ വരാനുള്ള ഈ ആഗ്രഹം ചൂളപ്പറമ്പിൽ പിതാവ് പരിശുദ്ധ സിംഹാസനത്തെ അറിയിച്ചു. ഇതിന് റോം അനുകൂലമായ മറുപടി അല്ല നൽകിയിരുന്നത്. ഒരിക്കൽ സത്യവിശ്വാസം സ്വീകരിച്ചിട്ട് അത് ഉപേക്ഷിച്ചു പോവുകയും മെത്രാൻ പട്ടം സ്വീകരിക്കാൻ വേണ്ടി മടങ്ങിപ്പോവുകയും ചെയ്തു എന്ന കാഴ്ചപ്പാടാണ് റോമാ സിംഹാസനത്തിന് മാർ ദിയോസ്കോറോസിൻ്റെ വിശ്വാസ ത്യാഗത്തെക്കുറിച്ച് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കത്തോലിക്കാ സഭയിലേക്കുള്ള പുനരൈക്യത്തിന്, മെത്രാൻ അടുത്ത സ്ഥാനത്തോടു കൂടിയുള്ള പുനരൈക്യത്തിന് അനുകൂലമായ നിലപാടായിരുന്നില്ല. അദ്ദേഹം ഉപേക്ഷിച്ചു പോയ കാലത്ത് ഉണ്ടായിരുന്ന പട്ടം ഏതാണോ അതുമാത്രം നിലനിർത്തിക്കൊണ്ട് കത്തോലിക്കാ സഭയിലേക്ക് പുനരയിക്കപ്പെടുവാൻ പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അഭിമന്യമാർ ചൂളപ്പറമ്പിൽ പിതാവ് മാർ ദിയോസ്കോറോസിനെ തൻ്റെ കീഴിൽ ഒരു സ്ഥാനിക മെത്രാനാക്കി നിലനിർത്തിക്കൊണ്ട് സ്വീകരിക്കാനായി പരിശുദ്ധ സിംഹാസനത്തോട് എഴുതി. അപ്പസ്തോലിക് ഡെലഗേറ്റിന് അദ്ദേഹം എഴുതിയ എഴുത്തിൽ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ഇദ്ദേഹത്തെ സ്വീകരിക്കണം, ഒരു സ്ഥാനിക മെത്രാൻ എന്ന നിലയിൽ സ്വീകരിക്കണം എന്ന അപേക്ഷ ചൂളപ്പറമ്പിൽ പിതാവ് വെച്ചു. എന്നാൽ റോം യാതൊരു ഉറപ്പും അതിന് നൽകിയില്ല. മെത്രാൻ സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പും നൽകിക്കൊണ്ട് മാർ ദിയോസ്കോറസിനെ സ്വീകരിക്കാൻ റോം തയ്യാറായിരുന്നില്ല. ഇത് അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവിന് വലിയ വേദനയുളവാക്കി. 1933 ജനുവരി 27 തൻ്റെ ഈ സങ്കടം അറിയിച്ചുകൊണ്ട് ഡെലഗേറ്റ് അപ്പസ്തോലിക്കിന് ഒരു വലിയ എഴുത്ത് അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് എഴുതി. അദ്ദേഹത്തെ മെത്രാനെടുത്ത സ്ഥാനിക വസ്ത്രങ്ങളോടും അധികാരത്തോടും കൂടെ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് അഭ്യർത്ഥിച്ചു. അത് സാധ്യമല്ല എങ്കിൽ ദിയോസ്കോറസിനെ വസ്ത്രങ്ങളോടെ കത്തോലിക്കാ സഭയിലേക്ക് വരുവാൻ അനുവദിക്കണം. പക്ഷേ അദ്ദേഹത്തെ നിശ്ചിത കാലത്തിന് ശേഷം തൻ്റെ സഹായമെത്രാനായി നിയമിച്ചാൽ മതി എന്ന് ആവർത്തിച്ചപേക്ഷിച്ചു. എന്നാൽ അഭിമന്യ പിതാവിൻ്റെ ഈ അപേക്ഷയും റോം കൈക്കൊണ്ടില്ല. 1933 വീണ്ടും അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് ഇതേ അപേക്ഷ ഉന്നയിച്ചുകൊണ്ട് റോമിലേക്ക് എഴുതി. അപ്പോൾ അഭിമന്യ പിതാവ് നൽകിയ ചില വ്യവസ്ഥകൾ ഇപ്രകാരമായിരുന്നു. മാർ ദിയോസ്കോറസിനെ കത്തോലിക്കാ സഭയിലേക്ക് സ്വീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരിക്കലും അദ്ദേഹം മെത്രാനെടുത്ത ദൗത്യങ്ങൾ നിർവഹിക്കുകയില്ല. മെത്രാനെടുത്ത ദൗത്യം എന്നത് പ്രധാനമായും പറയുവാനുള്ളത് പട്ടം കൊടുക്ക ശുശ്രൂഷയാണ്. മാർ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ സഹായ മെത്രാനായോ അദ്ദേഹത്തിൻ്റെ കീഴിലോ മാർ ദിയോസ്കോറസിനെ സ്വീകരിക്കാൻ അനുവദിക്കുന്നിടത്തോളം കാലം ഈ ശുശ്രൂഷ നിർവഹിക്കാൻ, പട്ടം കൊടുക്ക ശുശ്രൂഷയോ മെത്രാനെടുത്ത ശുശ്രൂഷയോ നിർവഹിക്കുവാൻ അദ്ദേഹത്തെ അനുവദിക്കാതെ നിശ്ചിത കാലം കോട്ടയത്ത് കഴിയുവാൻ ഇടയാക്കണം എന്നായിരുന്നു പിതാവിൻ്റെ നിർദ്ദേശം. റോമിന് അദ്ദേഹത്തിൻ്റെ സത്യവിശ്വാസത്തിൽ ഉറപ്പ് ആകുന്ന സമയത്ത് മെത്രാനെടുത്ത ശുശ്രൂഷയോടുകൂടെ തൻ്റെ ദൗത്യം നിർവഹിക്കാൻ അനുവദിക്കുക എന്നുള്ളതായിരുന്നു അഭിമന്യ പിതാവ് നൽകിയ അപേക്ഷ. മോൺസിഞ്ഞർ കീർക്കൽസ് ഈ അപേക്ഷകൾ റോമിന് തുടർച്ചയായി സമർപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് സ്വീകരിക്കപ്പെട്ടില്ല. തുടർന്ന് ചൂളപ്പറമ്പിൽ പിതാവ് വിശ്വാസ തിരുസംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന കർദിനാൾ ബരേത്തിക്ക് ദിയോസ്കോറസിൻ്റെ അപേക്ഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന കാലതാമസത്തെ വേദനയോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എഴുത്തുകൾ എഴുതി. മാർ ദിയോസ്കോറസിൻ്റെ വിശ്വാസ്യതയിൽ സംശയിക്കേണ്ടതില്ല എന്നും തൻ്റെ മെത്രാപോലിത്ത എന്ന പദവി പോലും ഉപേക്ഷിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയിലേക്ക് പുനരയിക്കപ്പെടുവാൻ അദ്ദേഹം സന്നദ്ധനായി എന്നുള്ളതും ശ്രദ്ധിക്കണമെന്നും അഭിമന്യ പിതാവ് ഓർമ്മിപ്പിച്ചു. കർദിനാൾ സിഞ്ചോറോയ്ക്ക് ഈ കാര്യങ്ങൾ വിശദമായി വിശദീകരിച്ചുകൊണ്ട് ലത്തീനിൽ ചൂളപ്പറമ്പിൽ പിതാവ് ഒരു നിവേദനം തയ്യാറാക്കി. മാർ ദിയോസ്കോറസ് തൻ്റെ മെത്രാപോലിത്ത സ്ഥാനം ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്. തൻ്റെ കീഴിൽ, അതായത് അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ കീഴിൽ പുരോഹിതനടുത്ത ശുശ്രൂഷ നിർവഹിക്കുകയുള്ളൂ എന്നും മറ്റൊരു അധികാരവും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും എന്നാൽ സ്ഥാനിക മെത്രാന്റെ പദവിക്കടുത്ത് വേഷവിധാനങ്ങളോടെ അദ്ദേഹത്തെ സ്വീകരിക്കണമെന്നും അഭിമന്യ പിതാവ് എഴുതുകയുണ്ടായി. ഏതായാലും ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ അപേക്ഷയ്ക്ക് റോം പ്രത്യേകിച്ച് അനുകൂലമായ മറുപടി നൽകിയില്ല. മാർ ദിയോസ്കോറസിൻ്റെ വിശ്വാസ സ്ഥൈര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രം അദ്ദേഹത്തിന് മെത്രാസ്ഥാനം അനുവദിച്ചു കൊടുത്താൽ മതി, അതുവരെ മെത്രാനെടുത്ത വേഷവിധാനങ്ങളോടെ അദ്ദേഹത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 1934 ഒക്ടോബർ 13 അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് മോൺസിഞ്ഞർ കീർക്കൽസിന് വീണ്ടും എഴുത്തുകൾ എഴുതി. മാർ ദിയോസ്കോറസിൻ്റെ പുനരൈക്യം ജ്ഞാനായ യാക്കോബായ വലിയൊരു വിഭാഗം ജനങ്ങളുടെ കത്തോലിക്കാ സഭയിലേക്കുള്ള വരവിന് കളമൊരുക്കും എന്ന കാര്യവും പ്രത്യേകം പരിഗണിക്കണമെന്ന് ചൂളപ്പറമ്പിൽ പിതാവ് ഓർമ്മിപ്പിച്ചുവെങ്കിലും റോം ഈ കാര്യത്തെ അനുഭാവപൂർവ്വം സ്വീകരിച്ചില്ല. ഏതായാലും കത്തോലിക്കാ സഭയിലേക്ക് കടന്നു വരികയും തൻ്റെയും തൻ്റെ കൂടെയുള്ളവരുടെയും ആത്മരക്ഷ ഉറപ്പാക്കണമെന്നുമുള്ള ബോധ്യത്തോടെ നിലനിന്നിരുന്ന മാർ ദിയോസ്കോറസ് സീറോ മലങ്കര ഹൈറാർക്കി സ്ഥാപിതമായ സമയത്ത് മാർ യുവാനിയോസിനോടും മാർ തിയോഫിലോസിനോടുമുള്ള ബന്ധം
പുലർത്തി. അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വിടരയിക്കപ്പെടുന്ന അന്ത്യോക്യൻ രീതിയിലുള്ളവരെല്ലാം സീറോ മലങ്കര ഹൈറാർക്കിയുടെ കീഴിലാണ് വരേണ്ടത് എന്ന നിലപാടായിരുന്നു. ഇതേ നിർദ്ദേശമായിരുന്നു റോമും നൽകിയിരുന്നത്. മാർ ചൂളപ്പറമ്പിൽ പിതാവ് ഡെലഗേറ്റ് അപ്പസ്തോലിക്ക് വഴി റോമിന് എഴുത്തെഴുതി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ജ്ഞാനായ യാക്കോബായക്കാർ കോട്ടയം രൂപതയിലാണ് വരേണ്ടതെന്നും അവർക്ക് വേണ്ടി മെത്രാൻ ഉണ്ടാകുന്ന കാലത്ത് അവരെ എല്ലാം ആ ജ്ഞാനായ മെത്രാന്റെ കീഴിലേക്ക് ചേർക്കണമെന്നുമുള്ള നിർദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. ഭാവിയിൽ എപ്പോഴെങ്കിലും മാർ ദിയോസ്കോറസിന് കത്തോലിക്ക സഭയിലേക്ക് വരാൻ സാധിക്കുമെന്നും ആ ജ്ഞാനായ യാക്കോബായക്കാർ കത്തോലിക്ക സഭയിലേക്ക് വരുമ്പോൾ അവരെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുമെന്നുമുള്ള സങ്കല്പവും കാഴ്ചപ്പാടും അഭിയോന്യ ചൂളപ്പറമ്പിൽ പിതാവിനുണ്ടായിരുന്നു. അവസാനം 1939 നവംബർ മാസം 12-ാം തീയതി മാർ തോമസ് ഒറ്റത്തൈക്കൽ എന്ന മാർ ദിയോസ്കോറസ് സീറോ മലങ്കര ഹൈറാർക്കിയുടെ കീഴിലേക്ക് വിടരയിക്കപ്പെടുകയും മെത്രാനെടുത്ത അധികാരങ്ങളോ ശുശ്രൂഷകളോ നിർവഹിക്കാൻ റോം അനുവദിക്കാഞ്ഞതുകൊണ്ട് ആ സഭയിലെ തന്നെ തുടരുകയും ചെയ്തു. കുറേ കാലം ചിങ്ങവനം ജ്ഞാനായ പള്ളിയിൽ അദ്ദേഹം കഴിഞ്ഞു. തുടർന്ന് തിരുവല്ല അരമനയിലും അദ്ദേഹം കഴിഞ്ഞു. അവസാന കാലത്ത് തിരുവല്ല അരമനയിൽ നിന്ന് തിരുമൂലപുരത്തേക്ക് തൻ്റെ ആസ്ഥാനം മാറ്റി. അവിടെ വെച്ച് 1943 ഫെബ്രുവരി മാസം 21 അദ്ദേഹം ദിവംഗതനായി. തുടർന്ന് 1955 അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം തിരുമൂലപുരം ദേവാലയത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. കേരള കത്തോലിക്ക സഭയിലെ വലിയ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ജ്ഞാനായ മലങ്കര പുനരൈക്യം കോട്ടയം രൂപതയ്ക്കും സീറോ മലങ്കര സഭയ്ക്കും വളരെ പ്രധാനമാണ്. ആത്മാക്കളുടെ രക്ഷയും സമുദായ നന്മയുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുനരൈക്യ ശ്രമങ്ങൾ നടത്തിയ പൂർവ്വപിതാക്കന്മാരുടെ ഓർമ്മ ഈ ദിവസങ്ങളെ നമ്മളെ ധന്യമാക്കുന്നു. ജൂലൈ മാസം 5-ാം തീയതി ഈ ചരിത്രപരമായ ഓർമ്മയുടെയും റോമിൽ നിന്ന് ലഭിച്ച രേഖയുടെയും ഒക്കെ അനുസ്മരണത്തിൻ്റെ ദിവസങ്ങളാണ്. ഈ രേഖ തന്നെയാണ് 1930 വലിയ സീറോ മലങ്കര പുനരൈക്യത്തിനും അടിത്തറയായി നിലനിന്നത്. സഭാ സമൂഹം കൂട്ടായ്മയെ നിലനിൽക്കാനും വിശ്വാസത്തിലും ആരാധനാക്രമ പാരമ്പര്യത്തിലും വളർന്നു വരുവാനും ആഗ്രഹിച്ചതിന് തെളിവാണിത്. പുനരയിക്കപ്പെടുന്ന ജ്ഞാനായക്കാർ ഏറ്റവും തീക്ഷ്ണമായി ആഗ്രഹിച്ചത് തങ്ങളുടെ അന്ത്യോക്യൻ ക്രമത്തിലുള്ള ആരാധനാക്രമം ലഭിക്കണം എന്നുള്ളതാണ്. ജ്ഞാനായ സമുദായത്തിൻ്റെ ഐക്യം അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. ഈ 2 ലക്ഷ്യങ്ങളുമാണ് ജ്ഞാനായ മലങ്കര പുനരൈക്യത്തിന് അടിസ്ഥാനമായി നിലനിന്നിരുന്നത്.